ബീഹാർ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. തന്ത്രങ്ങൾ കൊണ്ട് സർവ്വസന്നാഹങ്ങളോടെ മഹാഗഠബന്ധൻ അടക്കമുള്ള മുന്നണികൾ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. മഹാഗഠബന്ധൻ നിറഞ്ഞ ആത്മവീര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഒരുക്കുപണിയിലുമാണ്. അപ്പുറത്ത് JDU വരച്ച വരയ്ക്ക് ഇപ്പുറം കടക്കാനാവാതെ നിതീഷിൻ്റെ അടുക്കളപ്പുറത്ത് ഒരു ഭിക്ഷാംദേഹിയെപ്പോലെ BJP വാലും ചുരുട്ടി നിതീഷ് ഇട്ടുകൊടുക്കുന്ന എച്ചിൽ തിന്ന് വിശപ്പടക്കുന്ന ദയനീയ കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധി കൊളുത്തിവിട്ട അഗ്നി മോദിയുടെ അരക്കില്ലത്തിൽ ആളിപ്പടർന്നത്. അഗ്നിനാഭുകളെല്ലാം ഗ്രസിക്കുമെന്നായപ്പോൾ മിണ്ടാട്ടമില്ലാതെ മോദിയും സംഘവും ഓടി ഒളിച്ചതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴിതാ ബീഹാറിൻ്റെ മണ്ണിൽ NDAയ്ക്ക് കനൽക്കട്ടയിൽ ചവിട്ടി നിൽക്കുന്ന അവസ്ഥയായി. എരിപിരി പൊള്ളി നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു BJP അവിടെ. ബീഹാർ കൈവിട്ടാൽ മുൻപ് ഗ്രൗണ്ട് സീറോ പറഞ്ഞത് പ്രകാരം ഹിമാലയം മാത്രം രക്ഷ മോദിക്ക്. ഹിമാലയ സാനുക്കളിൽ അഭയം തേടി ഇന്ത്യയോട് ചെയ്ത കൊടും ചതിയിൽ 146 കോടി ജനത്തിൻ്റെ ശാപത്തിൻ്റെ വിഴുപ്പുപാണ്ഡം ചുവന്ന് ചിരഞ്ജീവിയെപ്പോലെ അലയാം മോദിക്ക്. ചെയ്ത തെറ്റുകളിൽ മനം നൊന്ത് ഗംഗയിൽ കഴുകിക്കളയാൻ ശ്രമിക്കാം. പക്ഷേ ഒരു സ്നാനത്തിനും കഴിയില്ല ഈ പാപഭാരം കഴുകിക്കളയാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 79 വർഷം പൂർത്തിയാകുന്നു. നീണ്ട ഇക്കാലയളവിൽ രാജ്യത്തെ പടുത്തുയർത്താൻ കോൺഗ്രസ് മഹാരഥന്മാർ തങ്ങളുടെ ജീവൻ പോലും ത്യജിച്ച ഓർമ്മകൾ ഇവിടെ ബാക്കി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട മോദി, താങ്കൾ ചരിത്രത്തോടും ഇന്ത്യൻ ജനതയോടും ചെയ്തത് കൊടും ചതിയാണ്. അത് ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും. ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റത്തിൻ്റെ ശങ്കുലി മുഴങ്ങുകയാണ്. രാഷ്ട്രീയ സമവാക്യങ്ങളെയൊക്കെ പിഴുതെറിയാൻ പോകുന്ന വലിയ മാറ്റങ്ങളിലേക്കാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലൂടെ തുടക്കം കുറിക്കുന്നത്. മോദിയുടെ ഇപ്പോൾ തന്നെ പരുങ്ങലിലായ നില തകർന്നടിയുന്ന ഒരു തിരഞ്ഞെടുപ്പാകും ബീഹാർ തിരഞ്ഞെടുപ്പ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ നിഗമനം. കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒറീസയിലും തുടങ്ങി സംസ്ഥാനങ്ങളിലെ വിജയങ്ങൾ BJP കൊട്ടിഘോഷിക്കുമ്പോഴും സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? കണക്കുകൾ പ്രകാരം BJP പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നില്ലേ? കഴിഞ്ഞ ലോക്സഭാ സീറ്റുകളിൽ BJP നേടിയത് എത്രയാണ്? കേവലം 240 സീറ്റുകൾ മാത്രമാണ്. അതിൻ്റെ പിൻബലത്തിൽ ഒന്നുമല്ല പിന്നീട് മോദി സർക്കാർ ഉണ്ടാക്കിയത്. TDPയുടെ 16 സീറ്റുകളുടെ പിൻബലമുണ്ടായിരുന്നു. JDUവിൻ്റെ 12 സീറ്റുകളുടെ പിൻബലമുണ്ടായിരുന്നു. ശിവസേന 7, NJP 5, ജനതാദൾ S, RJD, ജനസേന പാർട്ടി, NCP, HAMS, MJSU, UPPL, AGP, അപ്നാദൾ എന്നീ പാർട്ടികളുടെ ഒക്കെ പിൻബലമാണ് മോദിയെ ഭരണതലത്തിൽ നിലനിർത്തുന്നത്. നിതീഷ് ഒരു രാഷ്ട്രീയ കുതന്ത്രജ്ഞനാണ്. അധികാരത്തിലിരിക്കാൻ ഏത് രീതിയിലുള്ള നെറികെട്ട നീക്കുപോക്കിനും തയ്യാറാകും. പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്ന കാലിൽ മറുകണ്ഠം ചാടാൻ മടിയില്ലാത്ത അപ്രതീക്ഷിത രാഷ്ട്രീയ ചതിയുടെ പ്രതീകമാണ്. ഇക്കഴിഞ്ഞ കാലങ്ങളിൽ നിതീഷ് അത് തെളിയിച്ചിട്ടുള്ളതുമാണ്. ഇപ്പോൾ NDAയുടെ ഭാഗമാണ് എങ്കിലും NDAയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിതീഷ് കുമാർ ഉയർത്തിയ വിവാദങ്ങൾ NDAയെ പൊള്ളിക്കുകയാണ്. അതുപോലെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായ ജിതൻ റാം മാഞ്ചിയും പിന്നാലെ ലോക് ജനശക്തി പാർട്ടി ചിരാഗ് പാസ്വാനും കൂടി സീറ്റ് വിഭജനത്തിൽ BJPയുമായി ഉടക്കിക്കഴിഞ്ഞു. ഇപ്പോഴിതാ NDAയിൽ ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ ലോക് മോർച്ച നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഉപേന്ദ്ര കുശ്വയും രംഗത്ത് വന്നു കഴിഞ്ഞു. അങ്ങനെ അവിടെ എവിടെ നോക്കിയാലും പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുകയാണ് NDA. ഈ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറും മാഞ്ചിയും അടക്കമുള്ളവർ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് NDA BJPയുടെ പതനം പൂർണ്ണമാക്കും. 243 സീറ്റുകളിൽ 105 സീറ്റുകളാണ് NDAയ്ക്കുള്ളത്. ആ ഭൂരിപക്ഷത്തിൽ ബീഹാർ ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് 110 അംഗങ്ങളുണ്ട് എന്നത് ഓർക്കണം. RJD ആണ് 75 സീറ്റുമായി ഒന്നാം സ്ഥാനത്ത് വന്നത്. രണ്ടാം സ്ഥാനത്ത് 74 സീറ്റുകളുമായി BJP എത്തി. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് JDU BJP കൂട്ടുകെട്ടിലൂടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നിതീഷ് ഭരണം പിടിച്ചടക്കിയത്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേവലം ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പല്ല, ദേശീയ തലത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ പ്രഹരശേഷിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ ഉതകുന്ന അതിനിർണായക യുദ്ധമാണ്. ഇത്തവണ തേജസ്വി മാജിക്ക് ബീഹാറിൻ്റെ മണ്ണ് ഉഴുതുമറിക്കും. രാഹുൽ ഗാന്ധിയുടെ മാന്ത്രിക നീക്കത്തിലൂടെ ഇളകിയ ബീഹാർ കാത്തിരിക്കുന്നത് ഒരു വലിയ കുതിച്ചുചാട്ടത്തിനാണ്. BJPയുടെ കുതന്ത്രങ്ങളെ പിഴുത് അവിടെ ജനാധിപത്യത്തിൻ്റെ കരുത്തുറ്റ കോട്ടകൾ തീർക്കുക എന്നതിനാലാണ്. ബീഹാർ എന്നും ജാതി രാഷ്ട്രീയത്തിൻ്റെ ഈറ്റിലമായിരുന്നു. 2 പ്രധാന വിഭാഗങ്ങൾ ആണ് അവിടെ മാറ്റുരയ്ക്കുന്നത്. യാദവ വിഭാഗവും മുസ്ലിം വിഭാഗവും. ഇവർ ഒരുമിച്ചാൽ പിന്നെ എന്ത് വേണം? അതാണ് അവിടെ സംഭവിക്കുന്ന മാജിക്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് നല്ലൊരു വിഭാഗം രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും ആകൃഷ്ടരായി വരികയും
ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായി ബീഹാറിൽ നിലയുറപ്പിക്കുകയും ചെയ്ത യാദവനായ ഈ തേജസ്വിയും ഒന്നിക്കുന്നതിലൂടെ എന്നും ജാതി രാഷ്ട്രീയം വെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ട പ്രമുഖ പാർട്ടികളൊക്കെ അട്ടിപ്പത്തറുന്ന കാഴ്ചയും ബീഹാറിൽ കാണാം. ഇതിൻ്റെയൊക്കെ ആഘാതം തീർച്ചയായും BJPക്ക് ആയിരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. BJP തങ്ങളുടെ നില ഭദ്രമാക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന പ്രധാന കക്ഷികളുടെ വിയോജിപ്പുകളെ കണ്ടില്ലെന്ന് നടിക്കാനോ മറികടക്കാനോ കഴിയാതെ BJP ആകെ പതറുകയാണ്. അവർ ആവശ്യപ്പെടുന്ന സീറ്റുകളിൽ തൂങ്ങി പൊന്തി വന്ന അസ്വാരസ്യങ്ങൾ ആകെ കത്തിക്കയറുകയാണ്. BJPക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന അവസ്ഥയിൽ ത്രിശങ്കുവിലെത്തിയിരിക്കുകയാണ്. ഒരു തരത്തിലും സമവായത്തിലെത്താൻ കഴിയാതെ NDA സഖ്യം പൊട്ടിപ്പിളരുന്ന കാഴ്ചയാണ്. മോദിക്കും അമിത്ഷായ്ക്കും ഇനി എന്ത്? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.